MechDrive-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വാൽവ് കവർ ഗ്യാസ്കറ്റ് എങ്ങനെ മാറാം എന്നാണ്. മാരുതിയുടെ അൾട്ടോ K10 ആണ് നമ്മളിന്ന് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വാൽവിൻ്റെ അവിടെ ലീക്കുണ്ട്, ഓയിൽ ലീക്കുണ്ട്, എൻജിൻ ഓയിൽ ലീക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്യാസ്കറ്റ് മാറുന്നത്. നമുക്കിതിൻ്റെ കണക്ഷനെല്ലാം ഒന്ന് ലൂസ് ചെയ്ത് വിടാം. ഇത് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ വരുന്ന കണക്ടറാണ്, കേബിളാണ്. ഇതൊന്ന് ലൂസ് ചെയ്ത് വിടാം. എയർ ഫിൽറ്ററിൻ്റെ ക്ലിപ്പുകളെല്ലാം ഒന്ന് ലൂസ് ചെയ്യാം. അതുപോലെ എയർ ഇൻലെറ്റാണിത്, ഇതിലാണ് എയർ എടുക്കുന്നത്. അതിൻ്റെ കണക്ഷൻ ഒന്ന് ഊരിവിടാം. മുകളിലത്തെ കവറ് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഇതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. വലിയ പൊടി ഇത് അടുത്ത് മാറിയതാണ്, അതുകൊണ്ട് ഇത് മാറേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്യാം, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഗ്യാസ്കറ്റിനായി നമുക്ക് ഇതിൻ്റെ വാൽവ് ഡോർ ഒന്ന് ഊരിയെടുക്കണം, എന്നിട്ട് ഇതിൻ്റെ ഗ്യാസ്കറ്റ് മാറാം. ഇനി നമുക്കിതിൻ്റെ സ്ക്രൂ എല്ലാം ഒന്ന് ഊരി വയ്ക്കാം. ഇത് 10 ഇതിൻ്റെ സൈസ്. നമ്മൾ ബോക്സ് ഉപയോഗിച്ച് ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഊരുക. ഈ കണക്ടറുകളെല്ലാം ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. ഇത് എൻ്റെ സ്പാർക്ക് ഹെഡാണ്. ഇതിൻ്റെ എല്ലാ ബോൾട്ടുകളും 10 സൈസ്. ഇളക്കുന്ന സാധനങ്ങൾ ഓർഡറിൽ വയ്ക്കുക, നമുക്ക് തിരിച്ച് വയ്ക്കാൻ സൗകര്യത്തിനാണ്. ബ്രീത്തർ ഹോസുകൾ റിമൂവ് ചെയ്യുക.
നിങ്ങൾ കാണുന്നതാണ് ക്യാം ഷാഫ്റ്റ് 2 എണ്ണം. ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ. ഈ കാണുന്ന ബീഡിംഗ് ആണ് നമുക്ക് മാറേണ്ടത്. ഈ ഗ്രൂവിൽ പിടിച്ച് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയും. റബ്ബർ ഹാർഡായി അതിൽ ഒട്ടിയിരിപ്പുണ്ട്. ഈ ഗ്രൂവിനിടയിൽ അഴുക്കുണ്ടാവും, അത് ക്ലീൻ ചെയ്യുക. ഇത് റബ്ബർ ഗ്യാസ്കറ്റ് ഇരിക്കാനുള്ള സ്ലോട്ടാണ്. ഇതിന്ന് ഓയിലിൻ്റെ അംശം മുഴുവൻ തുടച്ച് മാറ്റണം. പുതിയ ബീഡിംഗ് വാങ്ങിയിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സ്ലോട്ടുണ്ട്, ആ സ്ലോട്ടിലോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഒന്നും ഓവർ ടൈറ്റ് ചെയ്യരുത്. ഇതിനെല്ലാം ചെറിയ ടോർക്ക് മതിയാകും.
ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് അഡാപ്റ്റർ എടുത്ത അതേ പൊസിഷനിൽ തന്നെ വെക്കുക. ഓർഡർ തെറ്റായിരിക്കാൻ വേണ്ടി എടുത്തതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്, അതുപോലെ എടുത്ത് വെക്കുക. അതിൽ പൊടിയൊന്നും പോകാതെ ശ്രദ്ധിക്കുക. ഫൈബറാണ്, അധികം ടൈറ്റ് ചെയ്യരുത്. ഇതിൻ്റെ കണക്റ്റേഴ്സ് എല്ലാം തിരിച്ച് അതാത് സ്ഥാനത്ത് വയ്ക്കാം. ഇതാ ഈ കണക്ടറുകൾ നീളം അതിന് കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് മാറിപ്പോകുമെന്നുള്ളൊരു വിഷമം വേണ്ട. അതേ പൊസിഷനിൽ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. എന്താ ഓയിൽ സ്റ്റിക്കുണ്ട്, ഓയിൽ സ്റ്റിക്കും കൂടെ വയ്ക്കുക. ഇതിൻ്റെ എയർ ഇൻലെറ്റാണ്. ഈ വർക്ക് സാധാരണയായി സ്കിൽഡ് ലേബേഴ്സാണ് ചെയ്യുന്നത്, അതായത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ചെയ്യുന്നത്. വീഡിയോയിലെ പ്രൊസീജിയർ പോലെ ചെയ്താൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായി നമുക്ക് ആകെ ചിലവ് വന്നത് 200 രൂപ മാത്രമാണ്. മറ്റൊരു വാരത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.